ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ മോക്ക് ടെസ്റ്റ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഫിസിക്സിലെ പ്രകാശം എന്ന യൂണിറ്റിൽ, അതായത് ലാസ്റ്റത്തെ 2 മൊഡ്യൂളിൽ പ്രകാശം, പ്രകാശ പ്രതിപതനം എല്ലാമായി ബന്ധപ്പെട്ട് വരുന്ന കണക്കുകളാണ്, അതായത് ആ ടോപ്പിക്കുകൾ റിലേറ്റ് ചെയ്ത് വരുന്ന പ്രോബ്ലംസ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് ഈ വീഡിയോ. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു കോൺകേവ് ദർപ്പണത്തിന് മുമ്പിൽ വെച്ചിരിക്കുന്ന 3 സെൻറ്റിമീറ്റർ ഉയരമുള്ള വസ്തുവിൻ്റെ യഥാർത്ഥ പ്രതിബിംബത്തിന് 6 സെൻറ്റിമീറ്റർ ഉയരമുണ്ടെങ്കിൽ ആവർത്തനം കണക്കാക്കുക. എന്താണ് ആവർത്തനം എന്ന് പറഞ്ഞാൽ? ആവർത്തനം മാഗ്നിഫിക്കേഷൻ എന്ന് പറയും. എന്താണ് ആവർത്തനം എന്ന് പറഞ്ഞാൽ? അതായത് പ്രതിബിംബത്തിൻ്റെ ഉയരം, ഹൈറ്റ് ഓഫ് ദ ഇമേജ്, പ്രതിബിംബത്തിൻ്റെ ഉയരവും വസ്തുവിൻ്റെ ഉയരവും, ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്, ഇത് തമ്മിലുള്ള അനുപാതത്തെയാണ് മാഗ്നിഫിക്കേഷൻ അഥവാ ആവർത്തനം എന്ന് പറയുന്നത്. അതായത് ഒരു വസ്തുവിൻ്റെ നമ്മളൊരു പിക്ചർ കാണിച്ചു, അത് പ്രതിബിംബമായിട്ട് കിട്ടിക്കഴിയുമ്പോഴേക്കും അത് എത്ര വലുതായി എത്ര ചെറുതായി എന്ന് നോക്കുന്നതിനെയാണ് മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ഇത് നമ്മൾ മാഗ്നിഫിക്കേഷൻ ശരിക്കും എന്താണ്? ഇത് മുകളിലോട്ടാണെങ്കിൽ എന്താണ്? അത് പോസിറ്റീവാണ്. അതേപോലെ താഴത്തോട്ടാണെങ്കിൽ അത് നെഗറ്റീവാണ്. പിന്നെ എന്താണ്? ആവർത്തനം എന്ന് പറയുന്നതിന് എന്താണ്? യൂണിറ്റ് ഇല്ല. എന്താണതിന്? ആവർത്തനത്തിൻ്റെ യൂണിറ്റ് എന്താണെന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. അതിനെന്താണ്? യൂണിറ്റ് ഇല്ലാത്തതാണ്. ഓക്കെ, ഇനി അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു കോൺകേവ് ദർപ്പണം എന്ന് പറയുമ്പോൾ കേവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുഹയാണ് അല്ലേ? അപ്പോൾ കേവ്, ഇതാണ് കോൺകേവ്. ഒരു കോൺകേവ് ദർപ്പണത്തിന് മുന്നിൽ വെച്ചിരിക്കുന്ന 3 സെൻറ്റിമീറ്റർ ഉയരമുള്ള യഥാർത്ഥ പ്രതിബിംബം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രതിബിംബം യഥാർത്ഥമാണെങ്കിൽ അത് എവിടെയായിരിക്കണം വരേണ്ടത്? അതേ സൈഡിൽ തന്നെ വരുമ്പോഴാണ് അത് യഥാർത്ഥം എന്ന് പറയുന്നത്. യഥാർത്ഥ പ്രതിബിംബത്തിന്, അതായത് നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റിൽ നമ്മളെന്താ ലൈറ്റ് ഇങ്ങനെ പാസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇത് എന്ത് സംഭവിക്കും? ഫോക്കസിലൂടെ കടന്നു പോകും. അതായത് മുഖ്യക്ഷത്തിന് സമാന്തരമായി കടന്നു പോകുന്നത് ഫോക്കസിലൂടെ കടന്നു പോകും. അതേപോലെ തന്നെ ഇങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് ഒബ്ജക്റ്റ് ഏകദേശം എവിടെയായിട്ട്, നമുക്ക് ഇവിടെയായിട്ട് നമുക്ക് ഫോം ചെയ്യുന്ന വെക്കുക. എവിടെയെങ്കിലും ആയിക്കോട്ടെ ഒബ്ജക്റ്റ്. നമുക്കിപ്പോൾ ഇങ്ങനെ നോക്കാം. ഇവിടെയാണ് ഒബ്ജക്റ്റ് ഫോം ചെയ്യുന്നതെങ്കിൽ ഒബ്ജക്റ്റ് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെടുക്കണം? 3 സെൻറ്റിമീറ്റർ ഉയരമാണ്. അപ്പോൾ നമുക്കറിയാം ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് 3 ആണ്. ഹൈറ്റ് ഓഫ് ദ ഇമേജ് എന്ന് പറയുന്നത് 6 ആണ്. പക്ഷേ ഇവിടെ എന്താണ്? ഇമേജ് വരുന്നത് ഇങ്ങനെ തലതിരിഞ്ഞാണ് വരുന്നത്. അപ്പോൾ താഴേക്കാണെങ്കിൽ എന്താണ്? തന്നിരിക്കുന്ന സാധനം താഴേക്കാണെങ്കിൽ അത് നെഗറ്റീവായിരിക്കും. സോ ഇത് നെഗറ്റീവാണ്. ഇതിനാണ് നമ്മൾ ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതി എന്ന് പറയും. എന്തോ ആയിക്കോട്ടെ, ഒരു മിറർ ആണെങ്കിൽ അതിനെ ഇങ്ങോട്ടേക്കുള്ള എല്ലാ യൂണിറ്റുകളും പോസിറ്റീവായിരിക്കും. അതേപോലെ ഇങ്ങോട്ടേക്കുള്ള എല്ലാം നെഗറ്റീവായിരിക്കും. ഇങ്ങോട്ടേക്കുള്ളതെല്ലാം പോസിറ്റീവായിരിക്കും. മുകളിലോട്ടുള്ളതെല്ലാം പോസിറ്റീവായിരിക്കും. അതേപോലെ താഴോട്ടുള്ളതെല്ലാം നെഗറ്റീവായിരിക്കും. അപ്പോൾ ഇവിടെ എന്താണ്? യഥാർത്ഥ പ്രതിബിംബം എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും വരേണ്ടത്. അപ്പോൾ ഇവിടെ എന്ത് വരും? ഇത് നെഗറ്റീവാണ്. ഇവിടെ ഇത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നുള്ളത് ഒറ്റ ക്വസ്റ്റ്യനാണ് നമുക്കവിടെ അറിയേണ്ടത്. ഈ നെഗറ്റീവിൻ്റെ മീനിങ് എന്താ? ആ പ്രതിബിംബം എന്താണ്? യഥാർത്ഥവും തലകീഴായതുമായിരിക്കും. അതിനെയാണ് നമ്മൾ നെഗറ്റീവ് എന്ന മീനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അത് യഥാർത്ഥ പ്രതിബിംബമാണെന്ന്. അപ്പോൾ നമുക്കത് ഇവിടെ തന്നെ ആയിരിക്കും ഫോം ചെയ്യുന്നത്. അപ്പോൾ അത് തലകീഴായതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ആവർത്തനം മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് എച്ച് ഐ എന്ന് പറയുന്നത് -6 ആണ്. ഡിവൈഡഡ് ബൈ എച്ച് ഒ എന്ന് പറയുന്നത് എന്താണ്? ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്, അത് 3 ആണ്. ആൻസർ വരുന്നത് -2 ആണ്. സോ എന്ത് വരും ഇവിടെ? -2 ആണ് ആവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷനിൽ ചിലപ്പോൾ +2 ഉണ്ടാകും, -2 ഉണ്ടാകും, 3 ഉണ്ടാകാം, 6 ഉണ്ടാകും, എന്ത് വേണമെങ്കിലും തരാം. അപ്പോൾ ആൻസർ ഏതാണ്? -2 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. ചിത്രം 18.22. ഇതൊക്കെ എല്ലാം SCERT ക്വസ്റ്റ്യൻസ് ആണ്. SCERT ഇതൊക്കെ 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഇനി 8ലെ ഉണ്ട്, 8ലും 10ലുമാണ് നമുക്ക് പ്രകാശം എന്ന ടോപ്പിക്കുമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. എന്താ പറഞ്ഞിരിക്കുന്നത്? തന്നിരിക്കുന്ന ഒബ്ജക്റ്റ് ഇതാണ്. നോക്കിക്കേ, ഈ ഒബ്ജക്റ്റിൽ നിന്ന് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് പോകുന്നത് എന്തിൽ കൂടി കടന്നു പോകും? ഫോക്കസിലൂടെ കടന്നു പോകും. ഫോക്കസിലൂടെ കടന്നു പോകുന്ന പ്രകാശം എവിടെ കൂടി പോകും? പ്രിൻസിപ്പൽ ആക്സിസിന് സമാന്തരമായിട്ട് കടന്നു പോകും. ഇവിടെ ഒബ്ജക്റ്റ് വന്നത് ഇങ്ങനെയാണ്. ഒബ്ജക്റ്റ് അല്ല, ഇമേജ് വന്നത്. സോ ഹൈറ്റ് ഓഫ് ദി ഇമേജ് എന്ന് പറയുന്നത് എത്രയാണ്? 10. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഇതാണ് നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസിന് താഴേക്കാകുമ്പോഴേക്കും അത് എന്ത് വന്നം? നെഗറ്റീവ് വന്നം അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു താഴേക്കുള്ള എല്ലാ യൂണിറ്റുകളും നെഗറ്റീവും, മുകളിലേക്കുള്ള എല്ലാ യൂണിറ്റുകളും പോസിറ്റീവാണ്. ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 ആണ്. സോ m എന്ന് പറയുന്നത് എത്രയാണ്? ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഡിവൈഡ് ബൈ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. സോ -2 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, -2 വരും. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്?
ഈ മൈനസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, ആ പ്രതിബിംബം എന്തായിരിക്കും? യഥാർത്ഥവും തലകീഴായതുമായിരിക്കും. ഇനി പറഞ്ഞിരിക്കുന്നത്, ഈ ദർപ്പണത്തിന് മുന്നിൽ അതേ സ്ഥാനത്ത് വസ്തു വെച്ചപ്പോൾ പ്രതിബിംബത്തിൻ്റെ ഉയരം 4 സെൻറ്റിമീറ്റർ ആണെങ്കിൽ വസ്തുവിൻ്റെ ഉയരം എത്ര? ഓക്കെ, വസ്തുവിൻ്റെ ഉയരം എത്ര? ഇത് തന്നെ ഇവിടെ തന്നെയാണ് നമ്മൾ വെക്കുന്നത്, പക്ഷേ പ്രതിബിംബത്തിൻ്റെ ഉയരം എത്രയാണെന്ന് കിട്ടി? ഹൈറ്റ് ഓഫ് ദി ഇമേജ് എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണെന്ന് കിട്ടി. ഓക്കെ, ഇവിടെ നമുക്കറിയാവുന്ന എന്താണ്? മാഗ്നിഫിക്കേഷൻ നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ? അപ്പം നമുക്കറിയാം ഇവിടുത്തെ പ്രതിബിംബത്തിന് എന്താണ് പ്രത്യേകത? ഇതെന്തായിരിക്കും? തലതിരിഞ്ഞായിരിക്കും വരേണ്ടത്. സോ ഇവിടെ നെഗറ്റീവാണ്. ഇനി നമുക്കറിയാവുന്ന എന്താണ്? മാഗ്നിഫിക്കേഷൻ നമുക്കറിയാം, അത് -2 ആണെന്ന്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് മാഗ്നിഫിക്കേഷൻ എന്താണ്? -2 ആണ്. HI എന്ന് പറയുന്നത് -4 ആണ്. ഡിവൈഡ് ബൈ എന്ത് വരും? H0 എന്ന് വരും. അതായത് H0 ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് -4 ഡിവൈഡ് ബൈ -2, ആൻസർ വരുന്നത് 2 ആണ്. അതായത് 2 സെൻറ്റിമീറ്റർ ഉള്ള വസ്തുവാണ് നമ്മളിങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോഴാണ് 4 സെൻറ്റിമീറ്റർ ഉള്ള പ്രതിബിംബം കിട്ടിയത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിക്കേ. ഒരു കോൺകേവ് ദർപ്പണത്തിന് മുന്നിലായി 12 സെൻറ്റിമീറ്റർ അകലെ 1 സെൻറ്റിമീറ്റർ ഉള്ള വസ്തു വെച്ചിരിക്കുന്നു അല്ലേ? 1 സെൻറ്റിമീറ്ററാണ് വസ്തുവിൻ്റെ ഉയരം. ദർപ്പണത്തിന് മുന്നിൽ 2.5 സെൻറ്റിമീറ്റർ ഉയരത്തിൽ പ്രതിബിംബം രൂപീകൃതമായി എങ്കിൽ പ്രതിബിംബത്തിൻ്റെ ആവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്? മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഡിവൈഡ് ബൈ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ആണ്. ഇവിടെ ശരിക്കും നമുക്ക് ഈ 2 കാര്യങ്ങൾ മാത്രം മതി. പക്ഷേ ഇത് തന്നേക്കുന്നത് എന്തിനാ? ചിലപ്പോൾ നമ്മളെ ഒന്ന് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഇവിടെ ഹൈറ്റ് ഓഫ് ദി ഇമേജ് എന്ന് പറയുന്നത് എത്രയാണ്? 2.5 ആണ്. നമുക്കറിയാം പ്രതിബിംബം രൂപീകൃതമായത് എവിടെയാണ്? ദർപ്പണത്തിന് മുന്നിലായതുകൊണ്ട് അത് ഇവിടെ തന്നെയായിരിക്കും പ്രതിബിംബവും വന്നിരിക്കുന്നത്. സോ അതെന്ത് വരും? നെഗറ്റീവ് ആയിരിക്കും. നമുക്കറിയാം അല്ലേ, പ്രതിബിംബം എപ്പോഴും തലകീഴായതായിരിക്കും കോൺകേവ് മിററിൽ. അപ്പോൾ ഇവിടെ നെഗറ്റീവ് വരും. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ഡിവൈഡ് ബൈ വസ്തു എന്ന് പറയുന്നത് എപ്പോഴും മേളിലോട്ടല്ലേ, അത് +1 ആണ്. സോ ഇവിടെ 1 വരും. ആൻസർ വരുന്നത് -2.5. എന്താണ്? സെൻറ്റിമീറ്റർ ആണോ മീറ്റർ ആണോ എന്താണ്? ആവർത്തനത്തിന് എന്താണ്? യൂണിറ്റ് ഇല്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, ആവർത്തനത്തിന് യൂണിറ്റ് ഇല്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. കോൺകേവ് ദർപ്പണത്തിൻ്റെ 30 സെൻറ്റിമീറ്റർ മുൻപിലായി ഒരു വസ്തു വെച്ചപ്പോൾ ദർപ്പണത്തിൽ നിന്ന് 20 സെൻറ്റിമീറ്റർ അകലെ സ്ക്രീനിൽ പ്രതിബിംബം ലഭിക്കുന്നു. ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം കണ്ടുപിടിക്കണം. F ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് F കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 1/F = 1/U + 1/V ആണ് എന്ത് കണ്ടുപിടിക്കേണ്ടത്? ദർപ്പണ സമവാക്യം എന്ന് പറയുന്നത്. ഇനി ലെൻസ് ആണെങ്കിൽ എന്ത് വന്നേനെ? 1/F = 1/V - 1/U ആണ്. ദർപ്പണമാണെങ്കിൽ പ്ലസും, ലെൻസ് ആണെങ്കിൽ എന്താണ്? V - U ആണ് വരുന്നത്. അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഇത് ലെൻസാണ്, ഇത് ദർപ്പണമാണ്. രണ്ടിനും വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? അല്ലെങ്കിൽ നമുക്ക് F എങ്ങനെ കണ്ടുപിടിക്കാം? UV/U + V എന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? കോൺകേവ് ദർപ്പണത്തിൻ്റെ 30 സെൻറ്റിമീറ്റർ മുൻപിലായിട്ടാണ്. 30 സെൻറ്റിമീറ്റർ മുൻപിലെന്ന് പറയുമ്പോഴേക്കും നമുക്കറിയാം ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതി അനുസരിച്ച് ഇങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും അതെന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. സോ U എന്ന് പറയുന്നത് എത്രയാണ്? -30 ആണ്. അതേപോലെ V എന്ന് പറയുന്നത് എന്താണ്? സ്ക്രീനിൽ പ്രതിബിംബം ലഭിക്കുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? അത് യഥാർത്ഥ പ്രതിബിംബമായിരിക്കും. സോ അതും എന്താണ്? -20 ആയിരിക്കും. സോ F = -30 × -20 ഡിവൈഡഡ് ബൈ എന്ത് വരും? -30 + 20 എന്ന് വരും. അതായത് 600 ഡിവൈഡഡ് ബൈ -50 വരും. ആൻസർ വരുന്നത് എത്രയാണ്? -12 സെൻറ്റിമീറ്റർ. സോ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 12 ആണ്. -12 വരും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു കോൺകേവ് ദർപ്പണത്തിന് മുന്നിൽ 10 സെൻറ്റിമീറ്റർ അകലെ 6 സെൻറ്റിമീറ്റർ ഉയരമുള്ള ഒരു വസ്തു വെച്ചു. കോൺകേവ് ദർപ്പണമാണ്, 10 സെൻറ്റിമീറ്റർ അകലെ. സോ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ എന്ത് വരും? കോൺകേവ് ദർപ്പണത്തിൻ്റെ മുന്നിലെന്ന് പറയുമ്പോഴേക്കും ഇങ്ങോട്ടേക്ക് വരും. സോ ഇത് നെഗറ്റീവ് ആയിരിക്കും. ഇനി യഥാർത്ഥ പ്രതിബിംബം ലഭിക്കണമെങ്കിൽ അത് എവിടെ തന്നെയായിരിക്കും? പ്രതിബിംബവും ഈ സൈഡ് തന്നെയായിരിക്കണം ലഭിക്കേണ്ടത്. സോ അവിടെയും എന്ത് വരും? -16 എന്ന് വരും. 6 സെൻറ്റിമീറ്റർ ഉയരമുള്ള വസ്തുവാണ് വെച്ചത്. ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് 6 ആണ്. എങ്കിൽ ഹൈറ്റ് ഓഫ് ദി ഇമേജ് എത്ര? അതേപോലെ മാഗ്നിഫിക്കേഷൻ ആവർത്തനം എത്രയെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് ആവർത്തനം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്തിലാണ് ചെയ്യുന്നത്? സാധാരണ HI / HO അല്ലേ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അറിയില്ല. സോ നമുക്കിവിടെ മറ്റൊരു ഇക്വേഷനുണ്ട്. മാഗ്നിഫിക്കേഷൻ ആവർത്തനം കണ്ടുപിടിക്കാനായി സാധാരണ ഉപയോഗിക്കുന്നത് HI / HO ആണ്. അല്ലെങ്കിൽ
-v/u എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. എന്തിന്? ആവർധനം, അതായത് മാഗ്നിഫിക്കേഷൻ. ഇതെന്തിൻ്റെയാണ്? ദർപ്പണത്തിൻ്റെയാണ്. അത് ലെൻസിലേക്ക് വരുമ്പോഴേക്കും v/u എന്ന് മാത്രമായിട്ട് മാറും. ഓക്കെ, ദർപ്പണമാകുമ്പോൾ -v/uവും ലെൻസ് ആകുമ്പോൾ എന്താണ്? വെറുതെ v/uവും വരും. ദർപ്പണ സമവാക്യമാണെങ്കിൽ എങ്ങനെയാണ്? ദർപ്പണ സമവാക്യം പ്ലസും ലെൻസിൻ്റെ സമവാക്യം എന്താണ്? v-u ആണ്. അവിടെയാണ് നെഗറ്റീവ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? m എന്ന് പറയുന്നത് മൈനസ് v അറിയാം. v എത്രയാണ്? -16/10 എന്ന് വരും. മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് എത്ര വരും? മൈനസും ഇവിടെ ഓൾറെഡി ഇവിടെയും മൈനസ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കട്ടായി പോകും. സോ -16/10 എന്ന് പറയുന്നത് -1.6 ആണ്. ഈ മൈനസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അത് യഥാർത്ഥ പ്രതിബിംബമാണെന്നുള്ളതാണ്. അതായത് ആ സൈഡിൽ തന്നെ തലകീഴായതായിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ നെഗറ്റീവ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഹൈറ്റ് ഓഫ് ദി ഇമേജ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. സോ എന്ത് വരും? ഹൈറ്റ് ഓഫ് ദി ഇമേജ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? നമുക്കിവിടെ ബാക്കിയെല്ലാം തന്നിട്ടുണ്ടല്ലേ. സോ ഹൈറ്റ് ഓഫ് ദി ഇമേജ് എന്ന് പറഞ്ഞാൽ ഇത് ഡയറക്റ്റ് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ HI കിട്ടാനായിട്ട്. സോ ഹൈറ്റ് ഓഫ് ദി ഇമേജ് എന്ന് പറഞ്ഞാൽ m × HI ആണ്. m എന്ന് പറയുന്നത് എത്രയാണ്? -1.6 × HI എന്ന് പറയുന്നത് എത്രയാണ്? ഹൈറ്റ് ഓഫ് ദി ഇമേജ് എന്ന് പറയുന്നത് 6 ആണ്. 1.6 × 6 എന്ന് പറഞ്ഞാൽ 9.6 വരും. ഇതാണ് ഹൈറ്റ് ഓഫ് ദി ഇമേജ് എന്ന് പറയുന്നത്. 9.6, അതായത് 6 സെൻറ്റിമീറ്റർ ഉയരമുള്ളൊരു വസ്തു വെച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 9.6 സെൻറ്റിമീറ്റർ ഉയരമുള്ളൊരു പ്രതിബിംബം കിട്ടി. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. പ്രകാശം വായുവിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് കടക്കുമ്പോഴുള്ള ഗ്ലാസിൻ്റെ അപവർത്തനാങ്കമാണ് ചോദിച്ചിരിക്കുന്നത്. അപവർത്തനാങ്കം എന്നൊരു കൺസെപ്റ്റ് പഠിക്കുമ്പോഴേക്കും എന്താണ് അപവർത്തനാങ്കം എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാം. മാധ്യമം 1 അപേക്ഷിച്ച് മാധ്യമം 2 അപവർത്തനാങ്കം എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. n12 എന്നും അതേപോലെ തന്നെ 2 അപേക്ഷിച്ച് 1 അപവർത്തനാങ്കം എന്ന് പറഞ്ഞാൽ n21 അതായത് ഇത് തമ്മിലുള്ളൊരു അനുപാത സംഖ്യയാണ്. മാധ്യമം 1 പ്രകാശവേഗതയും മാധ്യമം 2 പ്രകാശവേഗതയും തമ്മിലുള്ള ആനുപാതിക സംഖ്യയാണ് നമ്മൾ എന്ത് പറയുന്നത്? അപവർത്തനാങ്കം എന്ന് പറയുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന എന്താണ് ഇവിടെ? വായുവിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് പോകുമ്പോൾ. അപ്പം നമുക്ക് ആദ്യം എന്തെഴുതണം? വായുവിലെ പ്രകാശവേഗത എന്താണോ ചോദിച്ചിരിക്കുന്നത്? വായുവിനെ അപേക്ഷിച്ച് ഗ്ലാസിൻ്റെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് വേണം? വായുവിലെ ആദ്യം എഴുതണം. വായുവിലെ പ്രകാശവേഗത ഡിവൈഡഡ് ബൈ എന്ത് വരണം? ഗ്ലാസ്സിലെ പ്രകാശവേഗത വരും. ഗ്ലാസ്സിലെ പ്രകാശവേഗത. ഇങ്ങനെയാണ് അപവർത്തനാങ്കം കണ്ടുപിടിക്കേണ്ടത്. വായുവിലെ പ്രകാശവേഗത എത്രയാണ്? 3 × 10⁸ m/s ആണ്. അത് ഗ്ലാസ്സിലേക്ക് വരുമ്പോൾ എത്ര വരും? 2 × 10⁸ m/s ആണ്. ഇതും കട്ടായി പോകും. 3/2 എന്ന് പറയുന്നത് 1.5 ആണ്. സോ അപവർത്തനാങ്കം എത്രയാണ്? അത് 1.5 ആണ്. ഓക്കെ, ഇനി ഇത് തന്നെ തിരിച്ച് ചോദിക്കുവാണ്. എങ്ങനെയാണ്? ഇവിടെ ചോദിച്ചിരിക്കുന്നത് വായുവിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് കടക്കുമ്പോഴല്ലേ. തിരിച്ചു ചോദിച്ചാലോ? ഗ്ലാസ്സിൽ നിന്ന് വായുവിലേക്ക് കടക്കുമ്പോഴാകുമ്പോഴേക്കും നേരെ ഇതിവിടെ തിരിച്ചു വരണം. ഗ്ലാസ്സിൽ നിന്ന് വായുവിലേക്ക് എന്ന് പറയുമ്പോൾ മുകളിൽ എന്ത് വരണം? മുകളിൽ ഗ്ലാസ് വരണം, താഴെയാണ് വായു വരേണ്ടത്. സോ ഇവിടെ എത്ര വരും? 3/2 എന്നുള്ളത് 2/3 ആയിട്ട് വരും. സോ ഇവിടെ ഏകദേശം 0.7 ആയിട്ട് വരും. ഇതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. എന്തിൽ നിന്ന് എന്തിലേക്കെന്നാണെന്ന് ആദ്യം കണ്ടുപിടിക്കുക, അത് മുകളിൽ എഴുതുക. വായുവിൽ നിന്ന് ഗ്ലാസ്സിലേക്കായതുകൊണ്ട് വായുവിലെ പ്രകാശവേഗം മുകളിലും താഴെ എന്തെഴുതണം? ഗ്ലാസിൻ്റെ പ്രകാശവേഗത എഴുതണം. എന്തിൻ്റെ അപവർത്തനാങ്കമാണോ കണ്ടുപിടിക്കേണ്ടത് അതാണ് നമ്മൾ താഴെ എഴുതേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു കോൺവെക്സ് ലെൻസിന് മുന്നിൽ 15 സെൻറ്റിമീറ്റർ അകലെ വസ്തു വെച്ചപ്പോൾ ലെൻസിൽ നിന്ന് 30 സെൻറ്റിമീറ്റർ അകലെ യഥാർത്ഥ പ്രതിബിംബം ലഭിച്ചു. ഈ ലെൻസിൻ്റെ ഫോക്കസ് ദൂരം എത്ര? ഫോക്കസ് ദൂരമാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ലെൻസിൻ്റെ ഫോക്കസ് ദൂരം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? 1/f = 1/v - 1/u ആണ്. അല്ലെങ്കിൽ എന്ത് വരും? f = uv/u - v എന്ന് വരും. എങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഒന്നുകിൽ ഈ ഇക്വേഷനിൽ ചെയ്യാം, അല്ലെങ്കിൽ ഇതിൽ ചെയ്യാം. ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഒരു കോൺവെക്സ് ലെൻസിന് മുന്നിൽ, കോൺവെക്സ് ലെൻസ് എന്ന് പറയുമ്പോഴേക്കും ഇങ്ങനെ വരും. കോൺവെക്സ് ലെൻസിന് മുന്നിൽ 15 സെൻറ്റിമീറ്റർ അകലെ വസ്തു വെച്ചപ്പോൾ 30 സെൻറ്റിമീറ്റർ അകലെ യഥാർത്ഥ പ്രതിബിംബം, ഇവിടെ ആയിരിക്കണം യഥാർത്ഥ പ്രതിബിംബം, ലഭിച്ചു. അതായത് എങ്ങനെയാണ്? പ്രിൻസിപ്പൽ ആക്സിസിന് സമാന്തരമായി പോയാൽ അത് ഫോക്കസിലൂടെ കടന്നു പോകും. ഫോക്കസിലൂടെ പോയി കഴിഞ്ഞാൽ അത് ഉണ്ടാവും. അതേപോലെ സിയിലൂടെ പോയി കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ തിരിച്ചു പോകും. ഏകദേശം ഇവിടെ വരും പ്രതിബിംബം എന്ന് പറയുന്നത്. 30 സെൻറ്റിമീറ്റർ അകലെയായി പ്രതിബിംബം ലഭിച്ചു. ഇതാണ് 30 എന്ന് പറയുന്നത്.
ഇതാണ് 15 എന്ന് പറയുന്നത്. നമുക്കറിയാം ഇങ്ങോട്ടേക്കാണെങ്കിൽ എന്ത് വരും? യു എന്ന് പറയുന്നത് -15ഉം വി എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്കാണ്, അത് +30ഉം വരും. ഈ നെഗറ്റീവും പോസിറ്റീവും എടുക്കുന്നതിലാണ് നമ്മുടെ ഈ ഒരു പ്രോബ്ലം ചെയ്യുന്നതിൽ ഏറ്റവും അതാണൊരു ടാസ്ക് എന്ന് പറയുന്നത്. ബാക്കി ഇക്വേഷൻ വെച്ച് അത് നെഗറ്റീവാണോ പോസിറ്റീവാണോ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവില്ല, അത് മാത്രം ഒന്ന് കണ്ടുപിടിക്കാൻ പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ എന്ത് വരും? എഫ് എന്ന് പറയുന്നത് എന്താണ്? യു വി ബൈ യു മൈനസ് വി ആണ്. യു വി എന്ന് പറഞ്ഞാൽ എത്രയാണ്? -15 × 30 ഡിവൈഡഡ് ബൈ യു മൈനസ് വി എന്ന് പറഞ്ഞാൽ 30ൽ നിന്ന് എന്ത് ചെയ്യണം? 30 മൈനസ് ഇവിടെ എന്ത് വരും? -15 -30 എന്ന് വരും. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് -15 × 30 ഡിവൈഡ് ബൈ -45 എന്ന് വരും. 15ഉം 45ഉം കൂടി കട്ടാകുമ്പോൾ എത്ര വട്ടമുണ്ട്? 3 തവണ. 30/3 എന്ന് പറയുന്നത് എത്ര വരും? 10 + 10 വരും. 10 സെൻറ്റിമീറ്റർ. സോ ലെൻസിൻ്റെ ഫോക്കസ് ദൂരം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. ഒരു കോൺകേവ് ലെൻസിൻ്റെ കോൺകേവ് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഇതാണ് ലെൻസ്. കോൺകേവ് ലെൻസിൻ്റെ ഫോക്കസ് ദൂരം 20 സെൻറ്റിമീറ്റർ ആണ്. ഈ ലെൻസിൽ നിന്ന് 30 സെൻറ്റിമീറ്റർ അകലെയായി ഒരു വസ്തു വെച്ചാൽ ലഭിക്കുന്ന പ്രതിബിംബത്തിലേക്കുള്ള അകലമാണ് ചോദിച്ചിരിക്കുന്നത്. 1/f = 1/v - 1/u ആണ് ഇക്വേഷൻ വരുന്നത്. ഇവിടെ എന്താ വരേണ്ടത്? കോൺകേവ് ലെൻസാണ്. കോൺകേവ് ലെൻസ് ആകുമ്പോഴേക്കും അവിടെ ഒബ്ജക്റ്റും അതേപോലെ ഇമേജും എല്ലാം ഇവിടെ തന്നെയാണ് ഫോം ചെയ്യുന്നത്. കോൺകേവ് ലെൻസിൻ്റെ ഏകദേശം ഇങ്ങനെ, കാര്യം ഇത് ഡൈവേർജിങ് ലെൻസ് അല്ലേ, സോ ഇതിങ്ങനെ പോകും, ഇതിങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതേപോലെ ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് വരുന്നത്? ഇത് ഇതേപോലെ ഇങ്ങനെ പോകുന്നത് തിരിച്ച് ഇതേ വഴി തന്നെ പോകും. അപ്പോൾ നമുക്ക് ഇവിടെയായിട്ട് ഏകദേശം നമുക്ക് എന്ത് കിട്ടും? ഇമേജ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? വിയും ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും ഇമേജ് ഡിസ്റ്റൻസും എല്ലാം എന്താണ്? നെഗറ്റീവാണ്. സോ ഇവിടെ എന്ത് വരും? യു എന്ന് പറയുന്നത് കോൺകേവ് ലെൻസിൻ്റെ ഫോക്കസ് ദൂരം 20 ആണ്. അപ്പോൾ എഫ് തന്നിട്ടുണ്ട്, എന്താണ്? 20 ആണെന്ന് തന്നിട്ടുണ്ട്. അതേപോലെ പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ലെൻസിൽ നിന്ന് 30 സെൻറ്റിമീറ്റർ അകലെയായി വസ്തു വെച്ചു. യു എന്ന് പറയുന്നത് എത്രയാണ്? -30 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഫോക്കൽ ലെങ്ത് ആണ് തന്നിരിക്കുന്നത്, ഇത് ഇങ്ങോട്ടേക്ക് തന്നെ വരും. സോ അതും നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി എന്താ? പ്രതിബിംബത്തിലേക്കുള്ള അകലം വി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് 1/f = 1/v - 1/u ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഏതാണ്? വി ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് വിനെ ഇവിടെ നിർത്തിയിട്ട് മറ്റേതിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. സോ 1/f + 1/u എന്ന് പറഞ്ഞാൽ എന്താണ്? 1/v ആണ്. 1/f എന്ന് പറഞ്ഞാൽ 1/-20, അതേപോലെ +1/-30 വരും. അതായത് എന്ത് വരും ആൻസർ ഇവിടെ? -30 + -20 എന്ന് വരും. നേരെ ക്രോസ് ചെയ്താൽ പോരെ? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുക. ഡിവൈഡ് ബൈ -30 × -20 എന്ന് പറഞ്ഞാൽ എത്ര വരും? 600 വരും. സോ ഇവിടെ എന്ത് വരും? -50/600. 0 കട്ടായി പോകും. ഇവിടെ എത്ര വരും? -5/60 എന്ന് പറഞ്ഞാൽ -1/-12 എന്ന് വരും. ഇതെന്താണ്? 1/v ആണ്. ഇവിടെയാണ് നമുക്ക് തെറ്റിപ്പോകുന്നത്. 1/v ആണ് എന്തെന്ന് പറയുന്നത്? -1/12 എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് v അല്ലേ? സോ v എന്ന് പറഞ്ഞാൽ നേരെ ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക. സോ -12 ആയിരിക്കും. അപ്പോൾ പ്രതിബിംബത്തിലേക്കുള്ള അകലം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12 ആണ്. അതായത് ഇങ്ങോട്ടേക്കാണ് എന്നുള്ള മീനിങ്ങിലാണ് ഇവിടെ നെഗറ്റീവ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. +25 സെൻറ്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള ലെൻസിൻ്റെ പവർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചതാണല്ലേ പവറിൻ്റെ ഇക്വേഷൻ. പവർ എന്ന് പറഞ്ഞാൽ 1/f ആണ്. ഈ എഫ് ഇവിടെ എന്താണ്? മീറ്ററിലാണ്. അത് തന്നെ സെൻറ്റിമീറ്ററിലാണ് തന്നിരിക്കുന്നതെങ്കിൽ എന്താ ചെയ്യേണ്ടത്? പവർ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഇതിനെ സെൻറ്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യുക. അപ്പോഴേക്കും നമുക്കിതിന് ചെയ്യാനായിട്ട് ഡൗട്ട് ആവരുത്. ഡിവൈഡ് ബൈ എന്ത് വരും? എഫ് എന്ന് വരും. ഇതാണ് എഫ് ഇൻ സെൻറ്റിമീറ്റർ. ഇത് രണ്ടും പഠിച്ചു വെച്ചാൽ മതി. ഇവിടെ എത്ര വരും? 100/25, അതായത് 4 ആണ് ലെൻസിൻ്റെ പവർ എന്ന് പറയുന്നത്. പ്ലസ് ആയതുകൊണ്ട് ഇവിടെയും പ്ലസ് ആണ്. പ്ലസിൻ്റെ മീനിങ് എന്താണ്? പ്ലസ് ആണെങ്കിൽ അത് കോൺവെക്സും, മൈനസ് ആണെങ്കിൽ അത് എന്തായിരിക്കും? കോൺകേവ് ലെൻസുമായിരിക്കും. ഇനി ഇത് തന്നെ നമ്മൾ ഈ ഒരു ഇക്വേഷൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇത് വെച്ച് എങ്ങനെയാണ് ചെയ്യുന്നത്? P = ഇവിടെ എന്ത് വരും? ആദ്യം എന്ത് ചെയ്യണം? സെൻറ്റിമീറ്ററിൽ തന്നിരിക്കുന്നതിനെ മീറ്ററിലോട്ട് മാറ്റണം. അപ്പോൾ എന്ത് ചെയ്യണം? 25നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 0.25 എന്നാകും. സോ 1/0.25 എന്ന് വരും. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? പോയിന്റ് മാറ്റാനായി 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോഴും നമുക്ക് കിട്ടുന്നത് 100/25 4 എന്ന് വരും. കണ്ടോ? രണ്ട് തരത്തിലും ചെയ്യാം. അപ്പോൾ സെൻറ്റിമീറ്റർ ആണെങ്കിൽ 100/f എന്നങ്ങ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് എളുപ്പമുണ്ട്.
ഓക്കെ, അപ്പോൾ നമ്മൾക്കറിയാം ലെൻസിൻ്റെ യൂണിറ്റ് എന്താണ്, ലെൻസിൻ്റെ പവർ അളക്കാനുള്ള യൂണിറ്റ് ആണെന്ന് ഡയോപ്റ്റർ. അത് പോസിറ്റീവ് ആണെങ്കിൽ എന്താണ് കോൺവെക്സ് ലെൻസും, നെഗറ്റീവ് ആണെങ്കിൽ എന്താണത് കോൺകേവ് ലെൻസും ആയിരിക്കും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ലെൻസിൽ നിന്ന് 30 സെൻറ്റിമീറ്റർ അകലെയായി 3 സെൻറ്റിമീറ്റർ ഉയരമുള്ള വസ്തു വെച്ചപ്പോൾ 60 സെൻറ്റിമീറ്റർ അകലെയായി രൂപപ്പെടുന്ന യഥാർത്ഥ പ്രതിബിംബത്തിൻ്റെ ഉയരം എത്ര? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അല്ലേ, നേരത്തെ നമ്മൾ മിററി ചെയ്ത ക്വസ്റ്റ്യൻ തന്നെ. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് HI ആണ് പ്രതിബിംബത്തിൻ്റെ ഉയരം. നമുക്കപ്പോൾ അതിന് ആദ്യം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. കണ്ടുപിടിക്കാനായിട്ട് ഞാൻ പറഞ്ഞു എന്താണ് ഇക്വേഷൻ, V/U ആണ്. എന്തിന്? ലെൻസിന്. മറന്നു പോകരുത്. അത് തന്നെ M = -V/U ആകുമ്പോൾ അതെന്തായി മാറും? അത് ദർപ്പണമായിട്ട് മാറും. ഇത് രണ്ടും നമ്മൾ തിരിഞ്ഞു പോകരുത്. ഇക്വേഷൻ ലെൻസിനും മിററിനും രണ്ട് ഇക്വേഷൻ ആണെന്നുള്ളത് എപ്പോഴും മനസ്സിൽ ഓർമ്മ വേണം. ദർപ്പണ സമവാക്യം എന്ന് പറയുന്നത് 1/F = 1/V + 1/U. അതേപോലെ ലെൻസിൻ്റെ സമവാക്യം എന്താണ്? 1/F = 1/V - 1/U. അതേപോലെ ആവർത്തനമാണെങ്കിൽ ലെൻസ് ആണെങ്കിൽ V/U, ദർപ്പണമാണെങ്കിൽ -V/U ആണ്. മറക്കരുത്. ഓക്കെ, ഇനി എന്ത് വരും? ഇവിടെ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ആദ്യം നമുക്ക് തന്നതൊക്കെ എഴുതി നോക്കാം. ലെൻസിൽ നിന്ന് 30 സെൻറ്റിമീറ്റർ അകലെയാണ് വസ്തു വെച്ചിരിക്കുന്നത്. സോ U എന്ന് പറയുന്നത് എന്താണ്? -30 ആയിരിക്കും. 3 സെൻറ്റിമീറ്റർ ഉയരമുള്ള വസ്തു, HO എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ആണ് 3 എന്ന് പറയുന്നത്. 60 സെൻറ്റിമീറ്റർ അകലെയായി യഥാർത്ഥ പ്രതിബിംബം ലഭിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ V എന്ന് പറയുന്നത് എത്ര വരും? 60 വരും. ഓക്കെ, യഥാർത്ഥ പ്രതിബിംബം ആകുമ്പോൾ എന്താണ്? അത് മിററിൻ്റെ എന്താണ്? ലെൻസല്ലേ പറഞ്ഞിരിക്കുന്നത്, ഇവിടെയായിരിക്കും വരുന്നത്. അപ്പം നമുക്കത് പോസിറ്റീവ് ആയിരിക്കും. ഇനി എന്താണ്? M എന്ന് പറഞ്ഞാൽ എന്താണ്? V/U ആണ്. സോ 60/-30 എന്ന് വരും. ആൻസർ എത്ര വരും? -2 വരും. ഈ മൈനസ് എന്ന് പറഞ്ഞ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്താണ്? അത് തലകീഴായതായിരിക്കും എന്നുള്ളൊരു മീനിങ് ആയിരിക്കും. ഓക്കെ, യഥാർത്ഥ പ്രതിബിംബമാണെന്നുള്ള അതും തലകീഴായതായിരിക്കും. അപ്പോൾ M നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഹൈറ്റ് ഓഫ് ദി ഇമേജ്, പ്രതിബിംബത്തിൻ്റെ ഉയരമാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്താണ്? M = ഹൈറ്റ് ഓഫ് ദി ഇമേജ് / ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. അപ്പോൾ ഇവിടെ -2 = ഹൈറ്റ് ഓഫ് ദി ഇമേജ് എന്ന് പറയുന്നത് എത്രയാണ്? ഹൈറ്റ് ഓഫ് ദി ഇമേജ് എന്ന് പറയുന്നത് നമുക്കതല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഹൈറ്റ് ഓഫ് ദി ഇമേജാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ HI / H0, ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 3 ആണ്. സോ HI ഹൈറ്റ് ഓഫ് ദി ഇമേജ് എന്ന് പറഞ്ഞാൽ -2 × 3 ആണ്. അതായത് എത്ര വരും? -6 ആണ്. അതായത് ഇവിടെ എവിടെയോ തലകീഴായിട്ടാണ് എന്ത് കിട്ടുന്നത്? പ്രതിബിംബം കിട്ടുന്നത്. അപ്പോൾ പ്രതിബിംബത്തിൻ്റെ ഉയരം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ 10 ക്വസ്റ്റ്യനും കഴിഞ്ഞു മാത്സിൽ. അതായത് ഇതെല്ലാം നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ മാത്രം ചോദിച്ചിരിക്കുന്ന പ്രോബ്ലംസ് ആണ്. SCERT ടെക്സ്റ്റ് ബുക്കിൽ ഒരു 3-4 ചാപ്റ്റർ ആയിട്ടാണ് നമുക്ക് പ്രകാശം എന്ന ടോപ്പിക്ക് പഠിക്കാനുള്ളത്. അതിലെ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയും കാണാം. ഇനിയൊരു പ്രകാശവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രകാശവുമായിട്ട് ബന്ധപ്പെട്ട് കാഴ്ച എന്നൊരു ടോപ്പിക്കും ഉണ്ട്. അതേപോലെ ഊർജ്ജ പരിപാലനം കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഫിസിക്സ് തീരുവാണ്. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക്